ചാരിറ്റി ആവശ്യങ്ങൾക്കായി UAE-യിൽ നിന്നും പണം പിരിക്കുന്നതിൻ്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ്? പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ് സംസാരിക്കുന്നു. ലോ പോയിന്റ്. ഓക്കെ, നമുക്കൊരു ചാരിറ്റി പർപ്പസിന് വേണ്ടിയിട്ടൊരു ഫണ്ട് കളക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ആവശ്യത്തിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ആവശ്യത്തിനോ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു നിയമപരമായ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? നമുക്കങ്ങനെ പബ്ലിക്കായിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഫണ്ട് കളക്ട് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഇവിടെ ഉണ്ടോ? ഇവിടെ ധാരാളം കണ്ടുവരുന്ന ഒരു പ്രവണതയാണത്. കാരണം ചാരിറ്റി പലരും ലോകത്തിന് സഹായത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിൽ എന്തെങ്കിലും ഒരു കലാമിറ്റി ഉണ്ടാവുകയാണ്, അപ്പോൾ ഉടൻ തന്നെ ഫണ്ട് പിരിച്ച് ഓരോ സംഘടനകൾ പൈസ പിരിച്ച് പൈസ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു. പരസ്യമായിട്ട് അല്ലെങ്കിലും രഹസ്യമായിട്ട് പല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് അതിനൊരു റെഗുലേഷൻ ഒരു 4-5 കൊല്ലം മുൻപ് ഒരു റെഗുലേഷൻ കൊണ്ടുവന്നു. ആ റെഗുലേഷൻ പ്രകാരം അന്നത്തെ നിയമപ്രകാരം പറഞ്ഞു, അന്നല്ല ആ നിയമം ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. നിയമപ്രകാരം ഇസ്ലാമിക് അഫയേഴ്സിൻ്റെ അനുമതിയില്ലാതെ അത്തരത്തിലുള്ള ഫണ്ട് റേസിങ്ങുകളോ ഒന്നും അനുവദിക്കുന്നതല്ല. കാരണം ഈ ഫണ്ട് റേസിങ്ങിൻ്റെ ഭാഗമായിട്ട് ഫ്രോഡായിട്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഒന്ന്, കാര്യങ്ങൾ പറഞ്ഞ് പറ്റിച്ച് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നത്. മറ്റൊന്ന്, ആൻറ്റി മണി ലോണ്ടറിങ് ആക്ട് വന്നതിന് ശേഷം ഈ മണി ലോണ്ടറിങ് ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഫണ്ട് റേസിങ്ങിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണെന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് അത്തരത്തിലുള്ള നിയമം കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ നമുക്കൊരു പൈസ പിരിക്കണം, അത് ജെനുവിൻ കോസാണ്. ഇവിടെ കുറേ രജിസ്റ്റേർഡ് സംഘടനകളുണ്ട്, അസോസിയേഷനുകളുണ്ട്. ഇപ്പം ഷാർജ ഇന്ത്യൻ അസോസിയേഷനെ പോലെ ഞങ്ങളൊക്കെ അസോസിയേഷനിൽ ആയിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരി ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ്. ആ ചാരിറ്റബിൾ ഓർഗനൈസേഷന് അങ്ങനെ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ആ അവകാശങ്ങളൊന്നും ഇല്ലാതെ, ഈ ഓർഗനൈസേഷൻ്റെ ഒരു പിൻബലമൊന്നും ഇല്ലാതെ, ഇസ്ലാമിക് അഫയേഴ്സിനുള്ള പെർമിഷൻ ഇല്ലാതെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഏറ്റവും പരമാവധി ഡിപ്പോർട്ടേഷൻ വരെ ലഭിക്കാനുള്ള തെറ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു കാരണവശാലും എന്ത് കോസാണെങ്കിലും, അത് ജെനുവിൻ കോസാണെങ്കിൽ തന്നെയും നമ്മൾ പൈസ പിരിക്കാൻ പാടില്ല. ആ പൈസ പിരിച്ച് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് പൈസ പിരിക്കുകയോ അതല്ലെങ്കിൽ ചാരിറ്റിക്ക് വേണ്ടി സാധനങ്ങൾ കളക്ട് ചെയ്യുകയോ ഇതൊന്നും ചെയ്യാനുള്ള അവകാശം നമുക്കില്ല. ഇവിടെ ചാരിറ്റി ഓർഗനൈസേഷൻസ് ധാരാളമുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ചാരിറ്റി ഓർഗനൈസേഷൻസ് ഉണ്ട്, റെഡ് ക്രസൻറ്റ് ഉണ്ട്, ഇവരെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ പിരിക്കണമെന്നുള്ള ജെനുവിൻ കോസാണെങ്കിൽ അതിനുള്ള കാരണങ്ങൾ കാണിച്ചുകൊണ്ട് അപേക്ഷ സമർപ്പിച്ച് അപേക്ഷ അവർ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ അത് വെച്ച് നമുക്ക് പിരിക്കാം. അപ്പോൾ ആരെങ്കിലും ഇവിടെ വന്നിട്ട് ഈവൻ ബെഗ്ഗിങ് ഇവിടെ അനുവദനീയമല്ല. ധാരാളം ആളുകളോട് നടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ ഗവൺമെൻറ് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ചിട്ടി നടത്തുന്നത് ഇവിടെ അനുവദനീയമല്ല. അതുപോലെ തന്നെയാണ് ചാരിറ്റിക്ക് ഫണ്ട് റേസ് ചെയ്യുന്നതും അനുവദനീയമല്ല എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് പെർമിഷൻ അനുവദനീയമല്ല. അപ്പോൾ അതിന് പെർമിഷൻ ഇല്ലാതെ ഒരാൾക്കും കൊടുക്കും വേണ്ട. അങ്ങനെ കൊടുക്കാതിരുന്നുകൊണ്ട് ഒരു വിഷമവും നമുക്ക് ഉണ്ടാവേണ്ട. അത് ഇല്ലീഗലാണ്. അങ്ങനെ കൊടുക്കുന്നത് തന്നെ ഇല്ലീഗലാണ് എന്നുള്ളതാണ് കാര്യം. താങ്ക് യു സോ മച്ച്.